ജഡ്ജിയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഹോസ്ദുർഗ് പോലീസിനെ കബളിപ്പിച്ചയാൾ പിടിയിൽ. ഭീഷണിയുള്ള ജഡ്ജാണെന്ന് പറഞ്ഞതിനെ തുടർന്ന് പോലീസ് സുരക്ഷയും ഏർപ്പെടുത്തിയിരുന്നു. തിരുവനന്തപുരം തോന്നയ്ക്കൽ സ്വദേശി ഷംനാദ് ഷൌക്കത്താണ് പിടിയിലായത്. സാരംഗുഡ് വിവരങ്ങളുമായി. സാരംഗ്, കേൾക്കുമ്പോൾ തന്നെ കൗതുകമാണ്. പോലീസിനടുത്ത് ജഡ്ജാണെന്ന് പറയുന്നു, സുരക്ഷ വേണമെന്ന് പറയുന്നു. എങ്ങനെയാണ് പിടിയിലായത്? അതെ ആര്യ, തീർച്ചയായും ഒരു സിനിമാ സ്റ്റൈലിലുള്ള ഒരു തട്ടിപ്പാണ് നടന്നതെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോലീസായും അല്ലെങ്കിൽ മറ്റു സർക്കാർ ഉദ്യോഗസ്ഥരായി ഒക്കെ തന്നെ വ്യാജവേഷം ചമയുന്നവരെ മുൻപും കണ്ടിട്ടുണ്ട്. പക്ഷേ ജഡ്ജിയാണെന്ന വ്യാജേന ഒരാൾ ആദ്യമായിട്ടാണ് രംഗത്ത് വരുന്നത്. ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് കാസർഗോഡ് ഹോസ്ദുർഗിലാണ്. ഹോസ്ദുർഗിൽ അവിടെയുള്ള ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷനിലേക്ക് പത്തനംതിട്ട ജില്ലാ ജഡ്ജാണെന്ന് പറഞ്ഞിട്ടാണ് ഈ തിരുവനന്തപുരം തോന്നയ്ക്കൽ സ്വദേശി ഷംനാദ് ഷൌക്കത്ത് ആദ്യം വിളിക്കുന്നത്. ഇയാൾ സഞ്ചരിച്ചിരുന്ന വാഹനം കേടായി, അതിനെ തുടർന്ന് എനിക്ക് സഞ്ചരിക്കണം, പോലീസ് വാഹനം ഏർപ്പെടുത്തണം, എന്നെ ഹോട്ടലിൽ എത്തിക്കണം, അതിനുശേഷം റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കണം എന്നായിരുന്നു ഇയാളുടെ ആവശ്യം. ഇന്നലെ രാത്രി 10:30 ആയിരുന്നു ഇയാളുടെ ഫോൺ കോൾ സ്റ്റേഷനിൽ എത്തുന്നത്. പിന്നീട് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ വാഹനവുമായി എത്തി ഇയാളെ റോഡിൽ നിന്ന് ഹോട്ടലിൽ എത്തിച്ചതിനു ശേഷം ഇയാൾ എനിക്ക് നേരെ വലിയ സുരക്ഷാ ഭീഷണിയുള്ളതാണ്, അതുകൊണ്ട് പോലീസ് കാവൽ എനിക്ക് ആവശ്യമാണ് എന്ന വാദം ഉന്നയിക്കുകയും ഇതേ തുടർന്ന് പോലീസ് സുരക്ഷ ഏർപ്പാട് ചെയ്യുകയും ചെയ്തു. ഇതിനുശേഷം എനിക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഇയാളെ പോലീസ് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചിരുന്നു. ആ സമയത്ത് അവിടെ ട്രെയിൻ ഇല്ലാത്തത് കൊണ്ട് നീലേശ്വരം സ്റ്റേഷനിൽ പോകണമെന്ന് പറയുകയും അങ്ങോട്ടേക്ക് പോകുന്ന വഴിമധ്യയാണ് സംശയം തോന്നിയ പോലീസ് ഉദ്യോഗസ്ഥർ ഇയാളുടെ ബാഗിൽ നിന്ന് ID കാർഡ് കാണിക്കണമെന്ന് പറയുന്നത്. ഇയാളുടെ കയ്യിൽ ID കാർഡ് ഉണ്ടായിരുന്നില്ല. ബാഗ് പൂർണ്ണമായും പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ഇയാൾ ഒരു വ്യാജനാണ് എന്ന കാര്യം പോലീസ് സ്ഥിരീകരിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് ഇയാൾ താമസിച്ചിരുന്ന ഹോട്ടലിലേക്ക് ചെന്ന സമയത്ത് ഇയാൾ സബ് കളക്ടർ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ മുറിയെടുത്തത് എന്നുള്ള കാര്യമാണ് അവിടുത്തെ ആ ഹോട്ടലിന്റെ അധികൃതർ പറഞ്ഞിട്ടുള്ളത്. ഇയാൾക്കെതിരെ മുൻപ് 9 കേസുകൾ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയതിന്റെ പേരിൽ കേസുകളുണ്ട്. മാത്രമല്ല ഇവിടെ താമസിച്ച ഹോട്ടലിൽ ഇയാൾ കാശ് നൽകാതെയാണ് താമസിച്ചിട്ടുള്ളത്. ആര്യ, ശരി.